പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം
കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ച് ആദ്യവാഴ്ച ധ്യാനത്തിൽ അപ്പം കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു. അപ്പം മാനസാന്തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് മാനസാന്തരപ്പെട്ടോ ഇല്ലയെന്ന് അറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3:8 മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. മാനസാന്തരത്തിന് യോജിച്ച ഫലം. അപ്പം ഫലമല്ല പ്രശ്നം, യോജിച്ച ഫലമാണ് പ്രശ്നം. മാനസാന്തരം യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ധ്യാനത്തിൽ ഈശോ പറയുന്നതിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയണത് അപ്പം മുന്തിരിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം മുന്തിരി മുൾച്ചെടിയായിട്ട് തുടരണം, അതുപോലെ തന്നെ ഞെരിഞ്ഞിലായിട്ട് തുടരണമെന്നാണ്. അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കണത്. അതായത് മുൾച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം, ഞെരിഞ്ഞിൻ്റെ സ്വഭാവം മാറണം. 7:16 ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. പക്ഷെ ചീത്ത വൃക്ഷം ചീത്ത ഫലം നൽകുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാൽ മതിയോ? അതാണ് വിഷയം. പക്ഷേ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുള്ള് കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ള് കായ്ക്കാതിരിക്കട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. അപ്പൊ ഇതാണ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയണത്. അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ്. പക്ഷെ ആ മോഷ്ടാവ് ദൈവത്തിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ പോയി അധ്വാനിക്കണം. അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ആവശ്യത്തിന് കൂടി സഹായിക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളാകണത്. അപ്പോൾ ഈശോ പറഞ്ഞത് എന്താ? മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമാണ്. അപ്പം ഈ മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ്. പക്ഷേ മുൾച്ചെടിയായിട്ട് തുടരാൻ എന്ന കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മോഷ്ടാവിനുമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞെരിഞ്ഞിലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. സൗമ്യ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. 2023 ജനുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ റിലേറ്റീവ് വഴി ഒരു കൃപാസനം പത്രം ലഭിച്ചാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. രണ്ടാമതും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്കൊരു അവസരം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 10 വർഷമായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു വീട് വെക്കാനായിട്ട് ഞങ്ങൾക്ക് അതിനകത്തുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചേർത്തി അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അപ്പോഴും അവിടെ നിന്ന് എല്ലാവരും അമ്മയുടെ പാദത്തിലെ മണ്ണ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഇത് കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ വീടിൻ്റെ എല്ലാ സൈഡിലും കൊണ്ടിടാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനും അതുപോലെ വിശ്വസിച്ച് മണ്ണെടുത്തു.
അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, എന്നെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ വീട് വയ്ക്കും, അപ്പോഴും ഇത് എൻ്റെ കല്ലിടുന്നതിന് മുമ്പ് ഞാൻ അവിടെ അത് വയ്ക്കും, ഇതിനാണ് ഞാൻ കൊണ്ടുപോണത്. പക്ഷേ ഇപ്പോഴൊന്നും എനിക്ക് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. 10 വർഷം കഴിഞ്ഞാൽ ഏതായാലും ഞാൻ വെക്കാനൊന്നും പോണില്ല, പക്ഷെ എന്തെങ്കിലും വെക്കുമ്പോഴും ഞാൻ ഇത് വയ്ക്കും എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞത് ഉടനെ തന്നെ എനിക്ക് വീടിന് എഗ്രിമെൻ്റ് എഴുതി ഞാനൊരു പുതിയൊരു വീട് വെക്കാനായിട്ട് തുടങ്ങി. അതിനു വേണ്ടി ഹൗസിംഗ് ലോണിന് വേണ്ടി ഞാൻ നടന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള സിവിൽ സ്കോർ എനിക്കില്ലായിരുന്നു. കാശ് രൂപവും കൃപാസനത്തിലെ ഉപ്പുമായിട്ട് ഞാൻ ബാങ്കിൽ പോയി ബാങ്കിൻ്റെ ഫ്രണ്ടിലിടും, മാനേജറിൻ്റെ അടുത്ത് പോയി മാനേജർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ കാശ് രൂപവും വെച്ച് വിശ്വാസ പ്രമാണം പഠിച്ച് മാനേജറിൻ്റെ കാലിൻ്റെ അവിടെ കൃപാസനം ഒപ്പിട്ട് പ്രാർത്ഥിക്കും. 2 ദിവസം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു എനിക്ക് ലോൺ സാങ്ഷനായെന്ന്. ഇതൊക്കെ നല്ലതുപോലെ നടന്നുകൊണ്ട് പോയി നിന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട നാട്ടിൽ വന്നു. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹൗസിംഗ് ലോൺ അടയ്ക്കണം, വീടിൻ്റെ പണി പകുതിയിലായിപ്പോയി, എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ലാതെ ഇങ്ങനെ നോക്കി നിന്ന സമയത്ത് എൻ്റെ വിശ്വാസത്തിൽ ഒട്ടും കുറവില്ലാതെ ഞാൻ വിശ്വസിച്ച് ഉറച്ചു നിന്നു. പരിശുദ്ധ അമ്മ എനിക്ക് എല്ലാം റെഡിയാക്കി തരും. ഉടനെ തന്നെ ഞാൻ ലൈറ്റിൽ ക്യാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കകം പ്രതീക്ഷിച്ചതിൽ നല്ലൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു സാലറിയിൽ എൻ്റെ ഭർത്താവിന് ഓഫർ ലെറ്റർ വന്ന് 1 മാസത്തിനകം തന്നെ തിരിച്ചു പോകാനുള്ള വഴി മാതാവ് ഒരുക്കി തന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സാലറിയിൽ എൻ്റെ ഭർത്താവിനൊരു കമ്പനിയിൽ ജോലി ലഭിക്കുമെന്ന്. എൻ്റെ വീടിൻ്റെ പണി കടയില്ലാതെ പൂർത്തിയാക്കാനായിട്ട് എൻ്റെ അമ്മ എൻ്റെ ഭർത്താവിന് ആ ജോലി റെഡിയാക്കി കൊടുത്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ്, ആശുപത്രി ഇവിടെയൊക്കെ കൊണ്ടു കൊടുക്കും. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കി അനാഥാശ്രമത്തിൽ കൊണ്ടു കൊടുക്കും, വഴിയോരങ്ങൾ കൊണ്ടു കൊടുക്കും, അനാഥാലയങ്ങൾ സന്ദർശിച്ച് വയസ്സായ അമ്മച്ചിമാരെയൊക്കെ നോക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസായിരിക്കും, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഈ ഉടമ്പടി ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായതെന്ന് പറയുമ്പോൾ ഈശോയുടെ സ്നേഹം ഒരുപാട് എനിക്ക് ലഭിച്ചു. ഇത്രയും വർഷത്തിൽ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ അതൊന്നും എനിക്ക് കിട്ടിയതിനോട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഈ ഉടമ്പടി ജീവിതം എൻ്റെ മരണം വരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈശോൻ്റെ സ്നേഹം മരണം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നും നിലനിൽക്കും ഈ ഉടമ്പടിയിൽ. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സങ്കീർത്തനം 18:6. ഉടമ്പടി ജീവിതത്തില്, ഉടമ്പടി മക്കളുടെ ജീവിതത്തില് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെയുമാണ് ഈശോയും അമ്മയുമായിട്ടുള്ള ഒരു വലിയൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്നാണ്. എന്തു തന്നെ ആയാലും, സാമ്പത്തിക ബുദ്ധിമുട്ടായാലും കടങ്ങളായാലും എന്തു തന്നെ ആയാലും എല്ലാം തരണം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശക്തി ഉടമ്പടി ജീവിതത്തിൽ നിന്നാണ് പലരുടെയും ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. സൗമ്യ പ്രദീപ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭവനം എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. എല്ലാവരും വന്ന് മണൽ കൊണ്ടുപോയപ്പോഴും ഘടികാരം നെഞ്ചിലേറ്റി നിർത്തിയ ആ അമ്മയുടെ അടുത്ത് നിന്ന് മണലുവായി ഈ മകളും മനസ്സിലാഗ്രഹിച്ചു ഒരു ഭവനം വേണമെന്ന്. എപ്പം കിട്ടും, എത്ര വർഷം കഴിഞ്ഞായിരിക്കും എന്നൊന്നും യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നീട് പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കാലുകുത്തുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന അമ്മ പെട്ടെന്നാണ് 2 മാസത്തിനകം ഈ മകൾ ഒരു ഭവനം പണിയാനുള്ള എല്ലാ രീതിയിലും ഒരു ഭവനം പണിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും എത്രയും പെട്ടെന്ന് അമ്മയുടെ ഈ മകളുടെ ആഗ്രഹം അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അത് ഏറ്റെടുക്കുകയായിരുന്നു. ഇതാണ് സമയ ചുരുക്കത്തിന്റെ അമ്മ. ഈ മകൾ ഒരുപക്ഷെ 10 വർഷത്തിന് ശേഷമായിരിക്കാം എന്നായിരിക്കും ഞാൻ ഭവനം ഉണ്ടാക്കുന്ന അന്നേരം ഞാൻ ഈ മണൽ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 2 മാസത്തിനകമാണ് ഈ മകൾക്ക് അനുഗ്രഹം നൽകിയത്. പിന്നെ ഹൗസിംഗ് ലോൺ, സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് ഹൗസിംഗ് ലോൺ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടില്ല. അവിടെയും അസാധ്യമായ കാര്യമാണ് മാതാവ് സാധ്യമാക്കി കൊടുത്തത്. അതും നമുക്ക് മെറിറ്റ് ഇല്ലാത്ത സമയത്ത്. ഉടമ്പടി മക്കൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറയുന്നത്. അവിടെ മെറിറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് മെറിറ്റാക്കി ഈ മകൾക്ക് ഹൗസിംഗ് ലോൺ പാസ്സാക്കി കൊടുക്കുന്നത്. ബാങ്കിൽ പോയപ്പോഴും
ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. ഓരോ കാര്യങ്ങളും ബാങ്കിൽ പറയുമ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ പോയത്. പിന്നീടുണ്ടായത് ഒരു ജോലി നഷ്ടമാണ്. ആ തകർന്ന സമയത്തും ഈ മകൾ വിശ്വാസം നഷ്ടപ്പെടാതെ കൂടുതൽ ഊർജമായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഹസ്ബൻഡിന് ജോലിയില്ല, വീടിൻ്റെ പണി പകുതിയാക്കി, ഇനി എന്ത്? അങ്ങനെ നിൽക്കുന്ന സമയത്തും ഈ മകൾ എപ്പോഴും പ്രതീക്ഷിച്ചത് ദൈവമുണ്ട് കൂടെ, അമ്മയുണ്ട് കൂടെ, എല്ലാം നല്ലതിനാണ്. വിശ്വാസം കൈവിടാതെ ഈശോയുടെ മമ്മിയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ചേർത്ത് വെച്ച് ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് പോയതിനേക്കാൾ നഷ്ടമായതിനേക്കാളും നല്ലൊരു ജോലി തന്ന് ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. ഒരു പുതിയ ജോലി. നമ്മൾ 0 മെറിറ്റിലാവുമ്പോഴും നമുക്കൊന്നുമില്ലാന്ന് കരുതുമ്പോഴും നമ്മുടെ എല്ലാവരെയും കൈപിടിച്ച് നമുക്ക് എല്ലാവരെയും ഉയർത്തിത്തരുന്ന ഒരു ഈശോയും അമ്മയുമാണ് ഈ ആലയത്തിലുള്ളത്. വിശ്വാസം കൈവിടാതെ നമ്മൾക്കും പ്രാർത്ഥിക്കാം. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് സമയം ഒരു പ്രശ്നമല്ല. കാനായിലെ കല്യാണത്തിന് ചെയ്തതുപോലെ തന്നെ ഇന്നും അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും, ഭൗതിക കാര്യങ്ങളോ എന്ത് കാര്യങ്ങളായാലും അമ്മയെല്ലാം ചേർത്ത് പിടിച്ച് തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരമ്മയാണ്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഭൗതിക കാര്യങ്ങളിലല്ല ഇപ്പോൾ എൻ്റെ ആഗ്രഹം, കൂടുതലും ദൈവസ്നേഹം അറിയാനും അത് മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുവാനുമാണ് എൻ്റെ കൂടുതൽ ആഗ്രഹം എന്നാണ്. നമുക്കും ഭൗതിക കാര്യങ്ങളിൽ കൂടെ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാം. ഈശോയും മാതാവും നമ്മളെ അനുഗ്രഹിക്കാം. പക്ഷെ നമുക്ക് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്, നമ്മുടെ കൂടെ കൊണ്ടുവരാൻ, നമ്മൾ ഈശോയുടെ അമ്മയുടെയും കൂടെ പോകുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മകൾക്കും സൗമ്യ പ്രദീപിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് മാതാവിനോടും ഈശോയോടും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അനു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വരാൻ എനിക്ക് തോന്നിയിരുന്നില്ല. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു മാലദ്വീപിൽ ഒരു ടീച്ചർ ജോബ് കിട്ടുക എന്നുള്ളത്. അതിനായിട്ട് ഞാൻ 2 വർഷക്കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ സെലക്ഷൻ ആയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡിസംബറിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം അതിന് പോകും മുമ്പായിട്ട് മാതാവിൻ്റെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് മമ്മി പറഞ്ഞു. അത് കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 21-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളിലേക്ക് സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടുമായിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ടു. ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഞാൻ ആ മാതാവിൻ്റെ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സൊക്കെ അവർ തന്നെ പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാൻ ചെയ്തു. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ എങ്കിലും ഉള്ളിൽ 2 പ്രാവശ്യം ഫെയിലായി പോയതുകൊണ്ട് ഇത് ഇനിയും ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഈ മാലദ്വീപിലേക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമേ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ആ മാലദ്വീപിൽ ഇൻ്റർവ്യൂ നടന്നത് നാഗർകോവിൽ വെച്ചായിരുന്നു. ഞാനും മമ്മിയും കൂടിയാണ് പോയത്. മമ്മി റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഡിസംബർ 31-ാം തീയതി റിസൾട്ട് വന്നു. എനിക്ക് പാസ്സായി. ഇനി അതിൻ്റെ പേപ്പർ വർക്കുകളും കൂടെ കംപ്ലീറ്റ് ആയാൽ മാത്രം മതി. ഈ അനുഗ്രഹം തന്നു തന്നെ മാതാവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ പോയിട്ട് ഫെയിൽഡ് ആവുകയായിരുന്നു ചെയ്തത്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നീട് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ചിലപ്പോൾ എൻ്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. അപ്പം ഞാനൊരു ഓയിൽമെൻറ്റ് എപ്പോഴും കരുതുമായിരുന്നു. ആ യാത്രയിലും ഞാൻ ഓയിൽമെൻറ്റ് എടുത്തില്ല. പകരം ഉപ്പും തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ ആ തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചത് ആ ഭാഗത്ത് പിന്നീട് എനിക്ക് ഇതുവരെയും ചൊറിച്ചിലുണ്ടായില്ല. ആ അസുഖം എനിക്ക് പൂർണ്ണമായി മാതാവ് മാറ്റി തന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ, അതായത് ഞാൻ വന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. ഇന്ന് 1 മാസം പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് മാതാവ് എനിക്ക് തന്ന ഈ എല്ലാ കൃപകൾക്കും ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഇനിയും മാതാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും ദിവസവും ബൈബിൾ വായിക്കുകയോ നന്നായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഞാൻ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ പ്രാർത്ഥനകളും ട്രെയിനിലായിരുന്നപ്പോഴും ബസ്സിലായിരുന്നപ്പോഴും ഒക്കെ ഫോണിൽ ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന പുസ്തകം കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു.
അതുപോലെ തന്നെ എനിക്ക് ആദ്യം മടിയുണ്ടായിരുന്നു പത്രം കൊടുക്കുന്നതിന് വേണ്ടി. ഞാൻ ജോലി ചെയ്യുന്ന കോളേജിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കുമൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി പിന്നീട് ഞാൻ പത്രം കൊടുത്തു. എനിക്ക് മാതാവിലുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. മാതാവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് തന്ന സകല കൃപകൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പം കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയിരുന്നില്ലായിരുന്നു. പക്ഷെ മാതാവായിട്ട് തന്നെയാണ് ആ പറഞ്ഞ കൃപാസനത്തിൽ തന്നെ എന്നെ എത്തിച്ച് ഇത്രയധികം എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി പറയും. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അനു എന്ന മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഈ മകളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയെ ഒരിക്കലും വിട്ടുപിരിയാതെ ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിച്ചതിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്ന അനു ഇപ്പോൾ ഈശോയെ വിട്ടുപിരിയാതെ എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായൊരു വലിയ വിശ്വാസ ജീവിതം നയിക്കുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. മാൽദീവ്സ് എന്ന അസാധ്യമായ ഒരു വലിയ സ്വപ്നം, അവിടെ ജോലി ലഭിക്കുക എന്നുള്ള കയ്യെത്താത്ത ഒരു ദൂരത്തിലുള്ള ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് ഈ മകൾ ഏറ്റു പറയുകയുണ്ടായി. നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിലെ എത്ര തന്നെ വലിയ ഭാരങ്ങളുണ്ടെങ്കിലും അത് പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൽ ഉടമ്പടിയെടുത്ത ഉടനെ തന്നെ സമയച്ചുരുക്കത്തിൽ ഈ മകൾക്ക് സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൗഖ്യത്തിൻ്റെ ഒരു വലിയ മേഖല തന്നെ ഈ മകൾക്ക് തുറന്നു കൊടുത്തു. നമുക്ക് അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് ഇൻസെൻറ്റീവായി തരുന്ന വലിയ ഗിഫ്റ്റുകളുണ്ട്. അത് ഈശോയെ ഒട്ടും വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ഉറപ്പാണ്. അച്ഛൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈശോ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു മാറ്റുരച്ച് നോക്കുന്ന ജീവിതമാണ് ഉടമ്പടി വിശ്വസ്തത എന്നുള്ളത്. ഈ മകൾ ഇന്ന് എവിടെ ചെന്നാലും ആ വിശ്വാസ കൈമാറ്റം നടത്തുവാനായി ക്രിസ്തുവിനിൽ രൂപപ്പെട്ടു തുടങ്ങിയെന്ന് മറ്റുള്ളവരെ സന്തോഷപൂർവ്വം അറിയിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷിയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഏതൊരു ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും താൻ ഉടമ്പടി ജീവിക്കും എന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ അപകടങ്ങളും സന്ധികളും ഉണ്ടായാലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടക്കും. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. എൻ്റെ എല്ലാ വിഷമതകളിലേക്കും അമ്മ കടന്നു വന്നുകൊണ്ട് എന്നെ കട്ടയ്ക്ക് താങ്ങി നിൽക്കും എന്ന ഒരു വലിയ വിശ്വാസമുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്തം എപ്പോഴും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് രക്ഷകനാണെന്ന് എപ്പോഴും നമുക്ക് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും നമുക്കുണ്ടാകും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈശോ നമ്മെ രക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ സാക്ഷികളാക്കുന്നതിനെക്കുറിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് അനുവിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ സാധിച്ചാൽ 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് ആര്യ, ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു. 2020 മുതലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യമായി ഞാൻ പാസ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇവിടെയാണ് എത്തിയത്. പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അമ്മ ഇവിടെ വർഷങ്ങളായി ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ അമ്മ ആണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. സോ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനിവിടെ എത്തി. സോ ആ സമയത്ത് ഞാൻ എൻ്റെ PG കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. PG കഴിഞ്ഞിട്ട് അധികം ആയില്ല, പാസ് ഔട്ട് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ആ സമയം ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്പോർട്ട് എനിക്ക് വന്നത് ഐ തിങ്ക് നവംബറിലാണ്. എനിക്ക് നെക്സ്റ്റ് ജനുവരിയിൽ തന്നെ മാൽദീവ്സിൽ അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. അതിൻ്റെ മിറക്കിൾ പാർട്ട് എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു ഏജൻസി വഴിയാണ് അവിടെ ജോലി കിട്ടാറ്. ആൻഡ് അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. സോ ആ സമയത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത് കൊടുക്കാനോ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്കാരും ഉണ്ടായിരുന്നില്ല.
അമ്മയുടെ ഇടപെടൽ എന്ന് തന്നെ പറയണം. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ അവർ സർവീസ് ചാർജ് ഒന്നും കൂടാതെ മിനിസ്ട്രി ഡയറക്റ്റായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. സോ എനിക്ക് 1 രൂപ പോലും ചിലവില്ലാതെയാണ് ഞാൻ ജോലിക്ക് കയറിയത്. സാധാരണ ഒരു 2 ലക്ഷം രൂപയോളം അടുത്താണ് ഒരു കാൻഡിഡേറ്റ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ലായിരുന്നു. അമ്മ ഇടപെട്ട് എനിക്ക് ആ ലോയിൽ തന്നെ ഒരു മാറ്റം വരുത്തി എനിക്ക് ആ ജോലി കിട്ടി. അതിനുശേഷം ആ ലോ തന്നെ അവിടുന്ന് ചേഞ്ചായി. തുടർന്ന് ഒരു ബാച്ചും ആ രീതിയിൽ അവിടേക്ക് പോയിട്ടില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്ലേസ്മെൻറ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ കൺട്രിയിലെ ഏത് ഭാഗത്താണ് നമ്മുടെ ജോലി എന്ന് നമ്മൾ അറിയുന്നത്. മാൽദീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. സോ എനിക്ക് ആ ടൈമിൽ ഒരു 24 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും. സോ അതിൻ്റെതായ എക്സ്പീരിയൻസേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് ഐലൻഡിലൊക്കെ ഉള്ളൊരു ലൈഫ് കുറച്ച് മിസറബിൾ ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. മറ്റൊരു മാതാവിൻ്റെ ഇടപെടൽ എന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയത് ക്യാപിറ്റൽ സോണിൽ തന്നെയാണ് എൻ്റെ പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അതിലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് വന്ന സ്കൂളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പം ഇന്ന സ്കൂളിലേക്കാണ് ഇന്ന ആൾക്കുള്ള അപ്രൂവൽ അല്ലെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അപ്പം എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ സ്കൂളുണ്ടായിരുന്നു. നമ്മൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ആക്ച്വലി ഇങ്ങനൊരു വേക്കൻസി ഇല്ല, എന്തുകൊണ്ടാണ് നിന്നെ അവർ ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനൊരു വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നോട് ചോദിച്ചു, ഇന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. എന്നെ അവരവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അത് മറ്റൊരു മിറക്കിൾ. വേക്കൻസി ഇല്ലാത്തടത്ത് അമ്മ ഇടപെട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ എനിക്കമ്മ ജോലി തന്നു. പിന്നെ മൂന്നാമത്തെ കാര്യവും എൻ്റെ ജോലി മേഖലയിൽ തന്നെയാണ്. അവിടെ വർക്ക് ചെയ്ത് ഏതാനും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ വന്നു എന്ന് പറയുമ്പം അത് അവിടുത്തെ ഒരു ലോക്കൽ നമ്മുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെയുള്ള ഒരു എക്സ്പാട്രിയേറ്റിനെ മാറ്റിയിട്ട് ആ പോസ്റ്റ് അവർക്ക് കൊടുക്കുകയാണ് പതിവ്. സോ എൻ്റെ പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു. എൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ അടിച്ചെൻ്റെ കയ്യിലേക്ക് തന്നു എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ. അതൊരു ഐലൻഡിലാണ്. എനിക്ക് ആ ട്രാൻസ്ഫർ എന്ന് കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയായിരുന്നു പോകാനായിട്ട്. ആ ട്രാൻസ്ഫർ ക്യാൻസലായി. വീണ്ടും ആ സ്കൂളിൽ തന്നെ തുടരാൻ അമ്മ എന്നെ അനുവദിച്ചു. കാരണം ഓരോ തവണയും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞാൻ അമ്മ മാതാവിനെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ താഴ്ചകൾ വരുമ്പോഴും ഒരു തവണ പോലും എനിക്ക് തള്ളിപ്പറയാൻ തോന്നിയിട്ടില്ല. കൂടുതൽ ശക്തമായി മാതാവിനെ മുറുകെ പിടിക്കാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോഴൊക്കെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മാരേജ് ആയിരുന്നു. ഒരു മാരേജിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു ടൈമിലല്ല എനിക്ക് ഒരു പ്രപ്പോസൽ വന്നത്. സിറ്റുവേഷൻ, കുടുംബത്തിലെ സാഹചര്യം വെച്ച് ആ സമയം വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുമില്ല. അപ്പം അതിനുള്ള സാമ്പത്തിക ക്രമീകരണമാണ് മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ മാരേജ്. സോ ആ സമയത്ത് വിവാഹത്തിനുള്ള ചിലവുകൾ, മറ്റ് ആവശ്യങ്ങൾ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ അവരെന്നെ ഒരു ചിട്ടിയിൽ എന്നോട് പറഞ്ഞു, എന്നെ ഒരു ചിട്ടിയിൽ 20 മാസം കൊണ്ട് അടച്ചാൽ മതി, ആ എമൗണ്ട് അവർ തുടക്കത്തിൽ തരികയും ചെയ്യും. അവരുടെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്കീമായിരുന്നു അത്. എന്തോ ആ അമ്മയ്ക്ക് എന്നോട് അങ്ങനെ പറയാൻ തോന്നി. ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. എനിക്ക് 1 രൂപ പോലും കടമില്ലായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് നോക്കിയാൽ മതിയായിരുന്നു. സോ വിവാഹം ഞാൻ അർഹിക്കുന്നതിലും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഭംഗിയായി നടന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ക്യാരിയിങ് ആയ അവസരത്തിൽ 3-ാമത്തെ മാസം എൻ്റെ യൂട്രസ് റിട്രോവേറ്റഡ് യൂട്രസ് ആണ്. സോ കുറച്ച് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് എനിക്ക് യൂറിനറി റിട്ടൻഷൻ ഉണ്ടായി. അതായത് സ്വാഭാവികമായി എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഓരോ തവണയും ട്യൂബ് ഇട്ടിട്ട് വേണമായിരുന്നു യൂറിൻ കളയേണ്ടത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്യൂബ് ഇട്ട് യൂറിൻ കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഡ്മിറ്റ് ആയിക്കോ, 1 ആഴ്ചത്തോളം അഡ്മിറ്റ് ആയിക്കോ, ഒബ്സർവേഷനിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. 2 തവണ ട്യൂബിട്ട് കളഞ്ഞു. പക്ഷേ 3-ാമത്തെ തവണ മുതൽ എനിക്ക് സ്വാഭാവികമായി തന്നെ യൂറിൻ പാസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്, ഇങ്ങനത്തെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അത് അമ്മ എനിക്ക് പരിഹരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് കാര്യങ്ങളിലാണേലും ഞങ്ങൾക്ക് ഒരു ഫാർമസി ഓപ്പൺ ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു സ്പോൺസറിനെ നമ്മൾ
ഫാർമസി നമ്മുടെ ഓണർഷിപ്പിലാണെങ്കിലും അതിനൊരു സ്പോൺസർ വേണമായിരുന്നു. സോ ഞങ്ങൾക്കൊരു നല്ല വ്യക്തിയെ തന്നെ അമ്മ ആ അവസാന നിമിഷം ഞങ്ങൾക്കൊരു നല്ല സ്പോൺസറിനെ കൊണ്ട് തന്നു. അതുപോലെ തന്നെ ഫാർമസി ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ അപ്രൂവൽ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ. ആ അപ്രൂവലും ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ, സാധാരണ ആളുകൾക്കൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുക്കുമെങ്കിലും ഞങ്ങൾക്ക് വളരെ വേഗം തന്നെ ഞങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതെ അമ്മ മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ അതിനെല്ലാം അമ്മ ക്രമീകരിച്ചു തന്നു. അതുപോലെ അമ്മയുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വന്ന മാറ്റം എന്തെന്ന് പറഞ്ഞാൽ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. ഈവൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നടക്കാതെ പോയാൽ പോലും നമുക്കൊരിക്കലും ദൈവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ദൈവം ഇല്ലയെന്ന് പറയാനോ പ്രാർത്ഥന മുടക്കാനോ നമുക്ക് തോന്നാറില്ല. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിലും നല്ലതായി മറ്റൊരു കാര്യം നമുക്ക് നടത്തി തരും, അല്ലെങ്കിൽ ഇതിലും മികച്ചത് നമുക്ക് മാതാവ് തരും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് മാൽദീവ്സിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അതൊരു മുസ്ലിം കൺട്രിയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറ്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നതാണേലും പത്രം കൊടുക്കുന്നതാണേലും അതുപോലെ പള്ളിയിൽ വരാനുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നതാണേലും അമ്മയാണ് കൂടുതലും നീഡ്ഫുള്ളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി എന്നോട് പറയും, ഇന്നവർക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. സോ ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും, അമ്മ അത് ചെയ്യും. അതുപോലെ ആത്മീയമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. ഞാനൊരു 3 times അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി വായിക്കും. പിന്നെ ബൈബിൾ റീഡിങ് ഗ്രൂപ്പുകളിലുണ്ട്. അതിൽ ഇപ്പം സൂം വഴി നമുക്ക് ഓരോരുത്തർക്കും ടേൺ കിട്ടും, ഇന്ന അധ്യായങ്ങൾ വായിക്കാനായിട്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ കൊന്ത ചൊല്ലാറുണ്ട്. ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. മുഴുവനായിട്ട് എനിക്ക് ഒരേ സമയം ഇരുന്ന് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുറേശ്ശെയായിട്ടാണ് കൂടുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ രാവിലെ, എനിക്ക് സ്കൂൾ ടൈം 6:45 ആണ് രാവിലെ. സോ എനിക്ക് എന്തായാലും രാവിലെ എഴുന്നേക്കാൻ പറ്റും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രെയർ ചൊല്ലാറുണ്ട്. സോ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി. ഇത് കൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവർ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചു. അമ്മയ്ക്കും കുമാരനും ഒരുപാട് നന്ദി. എന്നെ വിളിക്കുക, നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 33-ാം അധ്യായം 3-ാം വചനമാണിത്. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ ദൈവത്തെ സമീപിക്കാൻ ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കുമ്പോൾ ഈശോയും അമ്മയും നിശബ്ദരായിരിക്കുന്നില്ല. സത്യസന്ധമായി നാം വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുകയാണ്. ആര്യ രാമഭദ്രൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നാം കാണുന്നതും ഇത് തന്നെയാണ്. കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ഈശോയും ഒരു അമ്മയും ഈ മകളുടെ കൂടെ നിൽക്കുന്നതാണ്. ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ലോ പോലും ചേഞ്ച് ചെയ്ത് മകൾക്കൊരു ജോലി മാലദ്വീപിൽ കിട്ടിയത്. പിന്നീട് ക്യാപിറ്റൽ സോണിൽ കിട്ടിയ ജോലിയും അതെല്ലാം ഈശോയും അമ്മയും ക്രമീകരിച്ച് തന്നതായിട്ടാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് വിവാഹം ആലോചിച്ചിരുന്നത്. ആ സമയത്തും ചിട്ടിയുടെ രൂപത്തിലാണ് ഒരു വലിയൊരു തുകയായി ഈ മകൾക്ക് സാമ്പത്തികമായി ഈശോയും അമ്മയും ഇടപെട്ട് മകളുടെ വിവാഹ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്തത്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി പീരീഡിലുണ്ടായിരുന്ന യൂറിനറി റിട്ടൻഷൻ പ്രശ്നവും ഈശോയും അമ്മയും കൂടെ എത്രയും പെട്ടെന്ന് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകി സൗഖ്യപ്പെടുത്തിയതായിട്ടാണ് ഈ മകൾ ഷെയർ ചെയ്തത്. പിന്നീട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വരുമാനത്തിനായിട്ട് ഒരു ഫാർമസി തുടങ്ങുവാനായി പ്രാർത്ഥിച്ചിരുന്നു. അതും ഈശോയും അമ്മയും ഒരു നല്ലൊരു സ്കോളർഷിപ്പ് ക്രമീകരിച്ചു കൊടുത്ത് ഈ കുടുംബത്തെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. മകൾ പറഞ്ഞു, താമസിച്ചാലും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഒന്നും നമ്മുടെ വിശ്വാസത്തിൽ ഒതുങ്ങുന്നതല്ല. കാരണം ഓരോ കാര്യങ്ങളിങ്ങനെ ക്രമീകരിച്ച് തരുന്നതാണ്. ഈ മകളുടെ ജീവിതത്തിൽ മകൾ പോലും ഓർക്കാത്ത രീതിയിലാണ്
അമ്മ ഓരോ കാര്യങ്ങൾ ട്രാൻസ്ഫർ ആയ കാര്യങ്ങൾ പേപ്പർ പോലും മാറ്റിമറിച്ച് കൊടുത്തത് എല്ലാം ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരമ്മയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, ദൈവത്തെ വിശ്വാസത്തോടെ വിളിക്കാം. അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും വഴിയും വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആര്യ രാമഭദ്രനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. എൻ്റെ പേര് സുബിത സുധീന്ദ്രൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/12/2022 ആദ്യമായി ഈ നടയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിന് ഒരു ജോലിക്ക് പോണ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം ആൾക്ക് കാല് മടക്കി വെക്കാൻ പറ്റില്ല, താഴെ ഇരിക്കാനും പറ്റില്ല, കസേരമേ ഇരുന്നാലും ഒരു കാല് മുകളിലേക്ക് കയറ്റി വെക്കാനോ പിടിച്ചു വേണം കയറ്റി വെക്കണമെങ്കിൽ, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ തൈലം പുരട്ടി, മാതാവിൻ്റെ തൈലം പുരട്ടി കൊടുക്കാറുണ്ട്. ആൾക്ക് കുറവുണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആൾ എൻ്റെ കൂടെ വന്നു. ആൾ അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് മാതാവിൻ്റെ നടയിൽ പോയി ഒന്ന് ഇരിക്കണമെന്ന് തോന്നി. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾ ചമ്രം മടിഞ്ഞിട്ടിരുന്നു. ആൾക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി. കാല് പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ. അത് ആൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ബ്രസ്റ്റിൻ്റെ നടുക്കായിട്ട് എനിക്കൊരു തടിപ്പുണ്ടായി. ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരു തടിപ്പുണ്ടായിരുന്നു. അത് കീറി കളഞ്ഞതായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതേപോലെ വരികയാണെങ്കിൽ വീണ്ടും കീറേണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ തടിപ്പ് വന്നു. ഞാൻ ഡോക്ടറെ കണ്ടില്ല. ഇത് വന്നപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ തടിപ്പ് അവിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ വീണ്ടും ആ തടിപ്പ് ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ കാലുമ്മ ഒന്ന് മാന്തി പൊട്ടിയതാണ്. അതങ്ങനെ മാന്തി ഇങ്ങനെ വട്ടം വെച്ച് കറുത്തടയാളം ആയി. അപ്പം നമ്മൾ സാധാരണ ഒരു മാന്തി പൊട്ടിയതല്ലേന്ന് ഓർത്ത് അത്ര ഗൗനിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ പറഞ്ഞു ഇത് ഡോക്ടറെ കണ്ട് മാറ്റി കളയിട്ടോന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക് എടുത്തു, ഓയിൻമെൻറ്റൊക്കെ പുരട്ടി. എന്നിട്ടും ഇത് മാറണില്ല. ഇത് വട്ടം വെച്ച് വരാണ്, ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ കൂടി കൂടി വരിക. അപ്പം ഞാനത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ അടയാളം മങ്ങി ഇപ്പോൾ ഒരു കറുത്ത അടയാളം പോലും ആ കുട്ടിയുടെ കാലുമില്ല. പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ മോന് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് യൂറോപ്പിലേക്ക് പോകാനായിട്ട് വിസയ്ക്ക് അപേക്ഷിച്ച് ഫസ്റ്റത്തെ തവണ അത് റിജക്ഷനായി. രണ്ടാമത്തെ തവണ ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഫസ്റ്റ് വിസ കിട്ടി കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് വിചാരിച്ച് ഇവന് എംബസിയിലേക്ക് പോകാനായിട്ടുള്ള പേപ്പർ മേടിച്ച് ഇവൻ നേരെ തന്നെയൊക്കെയാണ് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവൻ എംബസിയിൽ പോയി തടസ്സങ്ങളൊന്നും ഇല്ലാതെ വന്ന് അവന് വിസ വന്നു. ഇവൻ അടുത്ത മാസം കയറി പോവാണ്. പിന്നെ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊരു കാർഡ് വന്നിരുന്നു ജോലിക്ക്. 6 മാസത്തേക്കാണ്. അത് 300 പേരോളം എടുക്കണ ജോലിയായിരുന്നു. അതിൽ 300 പേരെ ഇൻ്റർവ്യൂവിന് എടുത്ത് 11 പേരെയാണ് അതിൽ നിന്ന് സെലക്ഷൻ ആക്കണമെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു റെക്കമെൻഡൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏറ്റവും വലിയ റെക്കമെൻഡുള്ള ആൾ എൻ്റെ കയ്യിലുണ്ട്, മാതാവ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും എല്ലാവരും പറഞ്ഞു പാർട്ടിക്കാരെ കാണണം, അങ്ങനെ അവരോട് പറയണം ഇവരോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഇത് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ അവരോടും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് 11 പേരെ അവർ എടുക്കലും കഴിഞ്ഞു, ജോലി സ്റ്റാർട്ടാക്കലും കഴിഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയായാലും അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാണ്. അപ്പോൾ 11 പേരിൽ സെലക്ഷൻ ആയാലും ഒരു കുട്ടി ഈ ജോലി വേണ്ടാന്നും പറഞ്ഞ് പോവാണ്. അതിൻ്റെ ഒഴിവിലേക്കാണ് എന്നെ വിളിക്കണേ. അപ്പം ഈ പാർട്ടിക്കാരുടെ അനുവാദത്തോടെ അല്ല എനിക്ക് ജോലി കിട്ടിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാതാവ് അത് അല്പസമയം എനിക്ക് നീക്കി തന്നതാണ്.
ഞാനത് അവിടെ ചെന്ന് ചോദിക്കുകയും ചെയ്തു, ഇത് എന്തിൻ്റെ ബേസിലാണ് എനിക്കിത് ഇപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ബയോളജിസ്റ്റ് പറഞ്ഞ അത് ഞങ്ങൾ അന്ന് ഇൻ്റർവ്യൂ ചെയ്തതിലെ ഒരാളെ നോക്കി സെലക്ട് ആക്കി. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അത് കിട്ടിയതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് അല്പം വൈകി എനിക്ക് ജോലിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എൻ്റെ മോൾക്ക് SLC പരീക്ഷയുടെ സമയത്ത് അവളെപ്പോഴും പറയാം, അമ്മ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല 9A+, എന്ന് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യം പഠിക്കണ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചോളൂ നല്ലോണം, എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ വരണം, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോണേലും മുന്നേ മാതാവ് എനിക്കൊരു തെളിവ് തരണം, കൊച്ചിന് ഫുൾ A+ കിട്ടുന്നു, എനിക്ക് അവളുടെ അടുത്ത് അവിടെ ചെന്ന് പറയണം എന്ന് പറഞ്ഞ് ഞാനിവിടെ ഓരോ കണ്ണൊക്കെ എൻ്റെ ഇങ്ങനെ 10A+ കിട്ടണ അത് എങ്ങനെയാണെന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കാറുണ്ട്. ഒന്നും കാണണില്ല. മാതാവിൻ്റെ മെഴുകുതിരി പിടിച്ച് എനിക്കന്ന് വരാനുള്ളൊരു അനുഗ്രഹം കിട്ടി. അപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എണ്ണി നോക്കാണ് 10A+ കിട്ടുമോ 10A+ കിട്ടുമെന്ന്. പക്ഷെ ഒന്നും കാണണില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് ഇവിടെ മുട്ടൂത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നേരെ അവിടെ മാതാവിൻ്റെ രൂപം മറ്റേ സമയഘടികാരം വെച്ചിട്ടിരിക്കണ മാതാവിൻ്റെ രൂപത്തുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ നോക്കണേ, അതിൽ മാതാവ് 10 എന്നുള്ള ആ സംഖ്യയിലേക്കാണ് കൈ ഇങ്ങനെ വെച്ചേക്കണത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താന്ന് പറയാന് അത്ര സന്തോഷമായി. എന്ന് വെച്ചാൽ ഒരു തെളിവ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണേലും മുന്നേ മാതാവ് കാണിച്ചു തന്നു. അതുപോലെ തന്നെ അവൾക്ക് ഫുൾ A+ കിട്ടി. സന്തോഷവതിയായിട്ട് എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഭർത്താവ്, മോള്, മോൻ എല്ലാവരും വന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. അവർക്ക് എന്നെക്കൊണ്ട് പറ്റണ പൈസ, വലിയ തുകയൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പൈസ കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഞാൻ പോന്നിട്ടുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി ഡ്രസ്സ്, പൈസ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൊതിച്ചോറ്, ഹോസ്പിറ്റലുകളിലേക്ക് പൊതിച്ചോറ്, ഇപ്പോൾ ഒരു പൊതിച്ചോറെന്ന് പറഞ്ഞാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയണ വിധം എണ്ണം കൂട്ടി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ എന്നും കേൾക്കും. ഒരു പരിമിതി ഉണ്ട്, ഞാനൊരു ഹിന്ദു ആണ്, എനിക്കൊരു പരിമിതി ഉണ്ട് കേൾക്കാനും. എന്നാലും ഞാൻ പരമാവധി ജോലിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് വെച്ചാൽ അത് ആ കറക്റ്റ് സമയത്തല്ലെങ്കിലും ഞാനത് കേൾക്കാറുണ്ട്. വചനങ്ങൾ കുറേ ഞാൻ മൊബൈലിൽ ഇങ്ങനെ അതാണ് കൂടുതൽ സാക്ഷ്യങ്ങൾ ഇതൊക്കെ കേൾക്കാറുണ്ട്. ബൈബിള് കിട്ടുന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. യെശയ്യാ 60:20 നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, ദിവസങ്ങൾ അവസാനിക്കും. സുഭദ്ര ചേച്ചി പറഞ്ഞത് ഹസ്ബൻഡിന് നിലത്ത് ചമരം പണഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതാണ്, പക്ഷേ അങ്ങനെ ഇരിക്കുവാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് ഇരിക്കാൻ കഴിഞ്ഞതെന്ന് പോലും അറിയില്ല, എപ്പോഴാണ് സൗഖ്യം കിട്ടതെന്ന് അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായ സൗഖ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം കർത്താവ് തിരിച്ചു കൊടുത്തതാണ്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ചേച്ചിയുടെ കാര്യമാണെങ്കിലും ഒരു പ്രാവശ്യം തടുപ്പ് വന്നത് കീറിയതാണ്, സർജറി ചെയ്തതാണ്. ഇനിയും വന്നാൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത്. രണ്ടാമത്തെ പ്രാവശ്യം ആ തടിപ്പ് വന്നപ്പോൾ ഉടമ്പടി തൈലമാണ് ഉപയോഗിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നില്ല, പൂർണ്ണമായ സൗഖ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിലേക്ക് വരുമ്പോൾ അത് സൗഖ്യമായി മാറുകയാണ്. മോളുടെ കാര്യം നോക്കുമ്പോഴും അത് വ്യക്തമാവുകയാണ്. 2 വർഷത്തോളം കൊണ്ടു നടന്ന മുറിവാണ്, ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറാത്ത മുറിവാണ്. അത് മരുന്ന് നിർത്തി ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ചപ്പോൾ സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം സുഖപ്പെട്ടു എന്നുള്ളതാണ്. ജീവിത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് നമുക്ക് ദൈവത്തിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ആ എംപ്ലോയ്മെൻറ്റ് വഴി ജോലി ലഭിച്ചതും പാർട്ടിക്കാർ വഴിയൊക്കെയാണ് കിട്ടിയിരുന്നതെങ്കിൽ ആദ്യത്തെ 11 കിട്ടണം. അതല്ലാതെ ദൈവം തന്നെയാണ് നൽകിയതെന്ന് ബോധ്യപ്പെടുത്താനാണ് അതിനുശേഷം ലഭിക്കുന്നത്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മുടെ കൂടെ വരുന്നു. ഈ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ദൈവം ഇവരുടെ കൂടെ നടന്നതിൻ്റെ സാക്ഷ്യമാണെന്നുള്ളത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അമ്മ മാതാവ് ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൽത്താരയിൽ എന്നോട് സാക്ഷിയാക്കി മാറ്റിയതിന് ആദ്യം ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിൽസി ജോസ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/6/22
അതിന് മുന്നേ 2 വട്ടം ഞാൻ വന്നു. ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. എനിക്ക് വയറുവേദനയെ തുടർന്ന് യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ ഓവറിയിലൊരു തടിപ്പും 2 കിഡ്നിയിൽ നിറച്ച് കല്ലുകളായിരുന്നു. കിഡ്നിയിലെ കല്ലിൻ്റെ സ്റ്റോൺ മാറാൻ വേണ്ടി ഗുളിക എഴുതിയുന്നുണ്ടായിരുന്നു. ഒരു ഗുളിക കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടിപ്പും ഇതൊക്കെയായി ഭയങ്കര അസ്വസ്ഥതയായപ്പോൾ ഞാൻ ആ ഗുളിക നിർത്തി. പിന്നെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് 1 വർഷത്തിനോളം അധികമായി ഞാൻ രാവിലെ എൻ്റെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് ഞാനൊരു നുള്ളു കഴിക്കും. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ കുറഞ്ഞു. 2 കിഡ്നിയിലെയും കല്ലുകൾ കാണാനില്ല, ഓവറിയിലെ തടിപ്പ് കാണാനില്ല. അത് പിന്നെ എൻ്റെ ഇത്രയും വലിയ അനുഗ്രഹത്തിന് മാതാവിന് ഞാൻ എന്നും അടിമപ്പെട്ടിരിക്കും. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയാണിത്. 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം. 2ാമത്തെ കുഞ്ഞിന് 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കിഡ്നിയിൽ നീർക്കെട്ടാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞിട്ട് സ്കാൻ കഴിഞ്ഞിട്ട് ആ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ നീർക്കെട്ടുണ്ടോയെന്ന്. അത് പോയിട്ടില്ലെങ്കിൽ സർജറി ചെയ്ത് നീക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് മാതാവിൻ്റെ നെഞ്ചരിച്ച് ഉപ്പ് കഴിക്കാറുണ്ട്, അവൾ തേൻ കഴിക്കാറുണ്ട്, തൈലം പരത്തി പ്രാർത്ഥിക്കാറുണ്ട്. പ്രസവം കഴിഞ്ഞു. ഉണ്ണീര് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ് റൂമിൽ കയറ്റിയപ്പോൾ ഞാനും കൂടെ കയറി. മാതാവിൻ്റെ ഉടമ്പടി ആ ലോക്കറ്റ് ഞാൻ എൻ്റെ കുഞ്ഞൊരു കൊന്തയും വീട്ടുണ്ടായിരുന്നു, ആ കൊന്തയും കൂടി കയറി. അവർ പറഞ്ഞു ഇതൊന്നും പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഉണ്ണീരെ കാലിൻ്റെ അടിയിൽ വെറുതെ വെക്കുള്ളൂ, ഞാൻ ഉണ്ണി ചെറുതായതുകൊണ്ട് 2 ദിവസമായതുകൊണ്ട് നമുക്കൊരാൾക്ക് പിടിക്കാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഈ ലോക്കറ്റുള്ള ഈ കൊന്ത ഞാൻ ഉണ്ണിയുടെ കാലിൻ്റെ അടിയിൽ വെറുതെ ഇങ്ങനെ പിടിച്ച്, മാതാവേ ഈ കുഞ്ഞുകുട്ടിക്ക് ഒരു സർജറി നീ വരുത്തല്ലേ, അമ്മയോട് പ്രാർത്ഥിച്ചു നിന്നോളെ, എനിക്ക് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. നല്ലൊരു സുഗന്ധം ഉണ്ടായിരുന്നു എനിക്കപ്പോൾ. അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എൻ്റെ ആങ്ങളയുടെ മകളാണ്. അവൾക്ക് ആദ്യം ശ്വാസം മുട്ട് വരാറുണ്ട്. ശ്വാസം മുട്ട് വന്ന ഒരു ദിവസം പാതിരയായപ്പോൾ ആങ്ങളെ വിളിച്ചു. അവൾക്ക് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി, വേഗം വന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെയെന്ന് പറഞ്ഞു. അവൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഓട്ടത്തിൽ ഞാൻ മാതാവിൻ്റെ തൈലെടുത്ത് കൈ പിടിച്ചു, അതും കൊണ്ട് ഓടി. അങ്ങനെ ചെല്ലിന് കയറ്റുമ്പോൾ അവളെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ICUവിൽ കയറ്റി. എനിക്കറിയില്ലായിരുന്നു ഇത്രയും ക്രിട്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അവൾ വർത്താനൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഭയങ്കര വലിയായിരുന്നു. പക്ഷേ ICUവിൽ കയറ്റിയിട്ട് ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ അവിടെ ഇവിടെയൊക്കെ പേടിയുണ്ടായിരുന്നു. മാതാവേ നീ ഒന്നും വരുത്തല്ലേട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അവൾക്ക് കുറവായി. അവൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നിൽക്കണ പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതിനൊരു കുഴപ്പമില്ല. പിറ്റേ ദിവസം വന്ന ഡോക്ടർമാരും സിസ്റ്റർമാരാണ് പറഞ്ഞത് ഈ കുട്ടി നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇവിടെ വന്നത്, എങ്ങനെയോ അവൾ ഇങ്ങനെ കാണാൻ പറ്റിയത് ഭാഗ്യമെന്ന് പറഞ്ഞു. ഇത്രയും നൽകിയ മാതാവിന് കോടാനുകോടി നന്ദി. ഞാനിത് ഇന്നത്തെ 8ാമത്തെ ഉടമ്പടിയാണ് പുതുക്കണത്. 5 ഉടമ്പടി പുതുക്കി 6ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്കൊരു ചെറിയ ജോലി. ഈ ഉടമ്പടി ക്ലാസ്സിന് ഞാൻ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു. 3-4 വട്ടം നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് നമുക്കൊന്നും മാതാവ് തന്നില്ലെങ്കിൽ അതൊരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും മാതാവ് നമ്മളെ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു ടോക്ക് എൻ്റെ ഉള്ളിൽ കൊണ്ടു. ഞാൻ ആൾക്കാർ മുന്നിൽ നിന്ന് കരയില്ല, എനിക്ക് നാണക്കേടാണ് അങ്ങനെ കരയാൻ, പക്ഷെ ഞാൻ അറിയാണ്ട് കരഞ്ഞു പോകും. പക്ഷെ ഞാൻ അന്ന് ഇവിടെ വന്നിരുന്ന് എൻ്റെ നിയോഗങ്ങൾ എഴുതി മാതാവിൻ്റെ പെട്ടിയിൽ സമർപ്പിക്കാൻ വന്നപ്പോൾ ആൾക്കാരുണ്ടോയെന്നൊന്നും ഞാൻ നോക്കിയില്ല. മാതാവേ നീ എന്നെ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും കൽപ്പിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓളിയിട്ട് കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഞാൻ അപേക്ഷ സമർപ്പിച്ച് ഇവിടെ മുന്നിൽ ഇരുന്ന് വഴിക്ക് എൻ്റെ മോള് പറഞ്ഞു, അമ്മ സ്കൂളിൽ ഞാൻ ഒരു അപേക്ഷ വെച്ചിട്ട് 1 വർഷമായി ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് അവിടെ നിന്ന് അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ജോലി ശരിയായിട്ട് നാളെ വന്ന് അവിടെ ഓഫീസിൽ വന്ന് പേര് കൊടുക്കാൻ പറഞ്ഞു. 2-ാം തീയതി ഞാനിവിടെ വന്ന് പുതുക്കി. 3-ാം തീയതി ഞാൻ അവിടെ പോയി. അച്ഛൻ അവിടെ ഒരു സ്കൂളിലാണ് ജോലി. അച്ഛനെ കണ്ടു, സംസാരിച്ച് 5-ാം തീയതി തൊട്ട് എനിക്ക് അവിടെ ജോലി കിട്ടി. ചെറിയ ജോലിയാണെങ്കിലും എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നാണാണ്, മറ്റുള്ളവർ മുന്നിൽ പത്രം കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചില്ലേ, പിന്നെ ഞാനെന്തിനു നാണിക്കണം. ഞാൻ പത്രം കൊടുക്കാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിലേക്ക് 2 വട്ടം പോയി. അത് പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി.
അവിടെ കുറച്ച് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതും മറ്റുള്ളവരോട് ഓരോന്ന് പറഞ്ഞ് അവരോട് ഷെയർ ചെയ്ത് ആ അനാഥാലയത്തിലെ വിശേഷങ്ങൾ പറഞ്ഞ് അവരും കാശ് പിരിച്ച് അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ സാധിച്ചു. എന്നാൽ പറ്റാവുന്ന പോലെ എൻ്റെ കഴിവിനൊത്ത് ഞാൻ സഹായിക്കുന്നുണ്ട്. ഇനിയും പരിശുദ്ധ അമ്മയുടെ കൂടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ആൻമരിയ. എനിക്ക് അമ്മായി എനിക്കെൻ്റെ തലയിൽ തൈലം വെച്ച് കുരിശ് വരയ്ക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാതാവ് എൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ എടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ തൊട്ട് എനിക്ക് ആസ്മയുടെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഈ രോഗസൗഖ്യം മാറ്റി തന്നതിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. വിൽസി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടുകൂടി സാക്ഷ്യം പറയുകയാണ്. അമ്മ ആദ്യം സൂചിപ്പിച്ചു തൻ്റെ മകളുടെ രണ്ടാമത്തെ കുഞ്ഞ് അത് ഗർഭാവസ്ഥയിൽ കിഡ്നിയിൽ വീക്കമുണ്ട് എന്ന രീതിയിൽ ഡോക്ടർമാർ പറയുകയും ആ നാളുകൾ മുഴുവനും പൂർണ്ണ ശരണത്തോടുകൂടി കുഞ്ഞിൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ ഗർഭകാലം മുഴുവനും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. എന്നാൽ പ്രസവ സമയത്ത് ആരോഗ്യമുള്ള കുഞ്ഞിനെ യാതൊരു ക്ലേശവും കൂടാതെ അമ്മ മാതാവ് നൽകിയതിനെ നന്ദിപൂർവ്വം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മറ്റൊന്ന് സഹോദരൻ്റെ മോൾക്കുണ്ടായ രോഗസൗഖ്യമാണ്. ICUവിലായിരുന്ന കുഞ്ഞ് വലിയ ക്ലേശത്തോടുകൂടി മുന്നോട്ട് പോയിരിക്കുമ്പോൾ ഈ അമ്മ ചെന്ന് തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതുപോലെ എന്തോ തൊണ്ടയിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ അനുഭവപ്പെടുകയും പിന്നീട് രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് വരികയും പിന്നീട് ഒരിക്കലും ആസ്മയുടെ ശല്യം ബാധിക്കാതെ മകൾ സൗഖ്യത്തോടെ ജീവിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായത് സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. സഹോദരി പറഞ്ഞു, ഉടമ്പടി പുതുക്കുന്ന ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ പലതവണ നിയോഗം എഴുതിയിട്ട് അത് അനുഗ്രഹമായി മാറുന്നില്ലെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന അതിനകത്തുണ്ട്. ജീവിതത്തെ പരിശോധിക്കുവാൻ അമ്മയുടെ സന്നിധിയിലിരുന്ന് ഏത് മേഖലയിലാണോ ഉടമ്പടി അല്പം കൂടി നമ്മൾ വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിച്ച് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നാം ചിന്തിക്കണമെന്ന് അച്ഛൻ ശക്തമായ ഭാഷയിൽ ആ ഉടമ്പടി പുതുക്കുന്ന ധ്യാനത്തിൽ നമ്മോട് പറയാറുണ്ട്. അതിലെ ആ വാക്കുകളാണ് സഹോദരി ആകെ ഉലച്ചതും അമ്മയുടെ അരികിൽ വന്ന് എന്നെ ഇത്ര പോലും നീ കണക്കാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചതും. അമ്മ പറയുന്നുണ്ട്, എൻ്റെ കണ്ണീരാണ് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തത്. അടുത്ത നിമിഷം അമ്മ എനിക്ക് വേണ്ടി ജോലി ഒരുക്കി വെച്ചെന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ വിളിക്കുകയും അടുത്ത ദിവസം തന്നെ ചെറുതെങ്കിലും അമ്മയുടെ കരങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ജോലി നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന കണ്ണീരോടെ ആരും നമ്മുടെ കരങ്ങളിൽ ജീവിത വിഷയം ഏൽപ്പിച്ചാലും അമ്മ ഏറ്റെടുത്തത് ആശ്വസിപ്പിക്കുമെന്ന് ഓരോ മകനും മകളും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തും. ഈ ദേവാലയത്തിൽ അമ്മയെ നോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നവുമായി കണ്ണീരൊടുക്കി തുടർച്ചയായി ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി മറ്റൊരിടത്തും ഇനി രക്ഷയില്ല, ആരും സഹായിക്കുവാനില്ല, എല്ലാവരും കൈവിട്ടു, ഒരിടത്തേക്കും പോയിട്ട് പോലും കാര്യമില്ല, എൻ്റെ അവസാന ആശ്രയം അമ്മ മാതാവും മാത്രമെന്ന് പൂർണ്ണമായി ശരണപ്പെട്ട ആരൊക്കെ ജീവിതം കൊടുക്കുന്നുവോ ആ ജീവിതത്തിലൊക്കെയും വലിയ കാര്യങ്ങൾ അമ്മ നിസ്സാരമായി ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പറഞ്ഞത്. എനിക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലെന്ന് അച്ഛൻ അവിടെ ആ സാക്ഷ്യം പറയുമ്പോൾ, അച്ഛൻ ആ ക്ലാസ് എടുക്കുമ്പോൾ അത് വല്ലാതെ തറച്ചുകൊള്ളുകയും അത് ഏങ്ങലടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ ഞാൻ കൊടുക്കുന്ന സമയം അമ്മ എന്നെ ഏറ്റെടുത്തു. അത്ര നാൾ 1 വർഷം മുമ്പ് കൊടുത്ത അപേക്ഷയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന സമയത്ത് എൻ്റെ കാര്യത്തിൽ അമ്മ തീരുമാനമാക്കി അടുത്ത ദിവസം അത് ജോലിയായി എനിക്ക് പരിണമിച്ചുവെന്ന. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ അതൊരിക്കലും അമ്മ ഉപേക്ഷിക്കില്ല. കൂടെ നിന്ന് അമ്മ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുമെന്ന് സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടോ? വിശ്വസിക്കുവാൻ നാം തയ്യാറാണോ? അമ്മയുടെ കരങ്ങളിലേക്ക് ഏതു നിയോഗവും എത്ര കണ്ട് ജീവിതത്തെ ക്ലേശിക്കുന്ന വിഷയവും ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മ ഉറപ്പായും കൂടെ നിന്ന് അതിന്മേൽ അനുഗ്രഹത്തിൻ്റെ തീരുമാനം ഈശോയിൽ നിന്ന് നേടിത്തന്നിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും
അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ബിൻസി. ഞാൻ മുപ്ലിയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇരിങ്ങാലക്കുട രൂപതയിലാണ് ആ സ്ഥലം. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ 2 മക്കൾ. ഒരു മകനും വന്നിട്ടുണ്ട്, അവനവിടെ ഇരിക്കുകയാണ്. അതേപോലെ അപ്പച്ചനും കൂടി വന്നിട്ടുണ്ട്. പരിസ്ഥമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ സാക്ഷ്യം പറയാനുണ്ടായ മെയിൻ കാരണം എനിക്ക് തൈറോയിഡ് വന്നതുകൊണ്ടാണ്. തൈറോയിഡ് കണ്ടുപിടിച്ചത് എൻ്റെ മകൾക്ക് ചുമയും പനിയും വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയി. അത്രയും നാൾ എനിക്ക് തൈറോയിഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ കാണേണ്ട സമയത്ത് ഡോക്ടറെ പെട്ടെന്ന് കൂടെ എണീറ്റ് പോയി. ഞങ്ങളുടെ ടോക്കൺ ആവുന്ന സമയത്ത് ഡോക്ടറെ എണീറ്റ് പോയി. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കുറച്ച് ഡിലേ വന്നു. ആ ഡിലേ വന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ കഴുത്തും ഒക്കെ ഒന്ന് തടവി നോക്കുമല്ലോ. ആ തടവി നോക്കിയ സമയത്താണ് എൻ്റെ കഴുത്തിൽ ചെറിയൊരു തടിപ്പ് പോലെ എനിക്ക് തോന്നിയത്. ആ തടിപ്പ് ഞാനപ്പോൾ ഡോക്ടറെ കാണിക്കണ്ട, എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ചേച്ചി പറഞ്ഞു, മോളെ നീ ആ തടിപ്പും കൂടി ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ടോക്കൺ എടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട മോളുടെ ടോക്കണിൽ തന്നെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോക്ടറെ കണ്ടപ്പോൾ മോളുടെ വിവരം പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ഈ തടിപ്പും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തൈറോയിഡാണ്, സർജറി എന്തായാലും വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തന്നു. ഞാൻ എന്നിട്ട് അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് ഈ സ്കാനല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യൽ അന്ന് നടത്തി. വേറൊരു ദിവസം സ്കാനിങ്ങും നടത്തി. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് തൈറോയിഡ് ഉണ്ട്, എനിക്ക് ആകെ പേടിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ തൊണ്ടയിൽ അമ്മച്ചി തൈലം പുരട്ടി തന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അമ്മച്ചി തേനും തരുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, മോളെ നീ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുക്ക്, മോളുടെ എല്ലാം മാറുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ മാതാവേ എൻ്റെ തൈറോയിഡിന് മാറ്റി തരണം, ഞാൻ ഉടമ്പടി എടുക്കലാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ വേറൊരു ഡോക്ടറെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സർജറി വേണം, FNAC ചെയ്തോളം പറഞ്ഞു. ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ റിലേറ്റീവ് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നീ ഒരു 3rd ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് വേറൊരു ഡോക്ടറെയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. ഒരു സർജനെ ഞാൻ കാണിച്ചു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കീറണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ കീറി തരാം, പക്ഷേ ഇപ്പോൾ കീറേണ്ട സാഹചര്യമൊന്നും കാണാനില്ല, മിക്കവാറും അത് ചുങ്ങി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ ആ തൈറോയിഡ് സർജറി വേണ്ടാന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഞാൻ വരികയും ചെയ്തു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞാനും അമ്മയും കൂടി ഒരു ദിവസം ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 22/2/2024 അങ്ങനെ ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ 3 മാസം കൂടുമ്പോൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണാൻ പോകാറുണ്ട്. ഒരു ടാബ്ലറ്റും ഇതിനു വേണ്ടി ഞാൻ കഴിച്ചിട്ടുമില്ല. ഈ തൈലും ഉപ്പും തേനും ഉപയോഗിച്ചത് വഴിയാണ് എൻ്റെ തൈറോയിഡ് ഈ നിമിഷം വരെ സർജറി ഒന്നും കൂടാണ്ട് നിലനിന്ന് പോയത്. ഇനിയും എനിക്ക് സർജറി വേണ്ട എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ 2ാമത്തെ മകളാണ്, ഇവളുടെ പേര് ആഞ്ചലിയ എന്നാണ്. ഇവൾക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. വയറുവേദന വന്നപ്പോൾ നമ്മുടെ വലത് സൈഡിൽ താഴെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് മേലേക്ക് കയറി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ അപ്പൻഡിക്സ് അങ്ങാനായിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് ഒന്നുമല്ല, പിത്തസഞ്ചിയിൽ കല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ മുന്നേ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. ഒരു 5 ദിവസം കിടക്കാൻ പറഞ്ഞു. 3 ദിവസം കിടന്നു, 4 ദിവസം കിടന്നു, എന്നിട്ടും കുറയാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും മാറി കാണിക്കാമെന്നും പറഞ്ഞിട്ട് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമുക്ക് അൾട്രാസൗണ്ട് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് കാണിച്ചു. 2 പ്രാവശ്യം അവൾക്ക് സ്കാൻ ചെയ്തു. 2 സ്കാനിങ്ങിലും അൾട്രാസൗണ്ടിൽ അവൾക്ക് പിത്തസഞ്ചിയിൽ കല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഭയങ്കര പെയിൻ വന്നു. അപ്പോൾ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ രാത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടെ അഡ്മിറ്റാക്കിയിട്ട് ഇവളുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഇവൾക്ക് അപ്പോൾ ഞാൻ ആ വയറുവേദന എന്ന് പറയുന്ന സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തൈലും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കലും തേനും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായി. അതൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് അവൾക്ക് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി ഇവളെ നേരെ ജനറൽ സർജറി വാർഡിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. എന്നും ഡോക്ടർ പറയും വേദനയുണ്ടോ എന്ന് വന്ന് ചോദിക്കും. ഇവൾ പറയും വേദനയ്ക്ക് ഒരു മാറ്റമില്ല എന്ന് പറയും. ഇവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കണ്ട, അങ്ങനെ തന്നെ വെറുതെ ട്രിപ്പ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു മരുന്ന് അവൾക്ക് കൊടുത്തില്ല. ഇവളുടെ വേദന എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റണില്ല. അവർ കുറേ കഴിഞ്ഞിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഇവൾക്ക് സർജറിക്ക് വേണ്ടി എല്ലാ പ്രിപ്പറേഷനും നടന്നു.
അത് കഴിഞ്ഞ് ആ ഡ്രസ്സ്, സർജറിക്ക് വേണ്ട ഡ്രസ്സ് മാത്രം മാറ്റി പോകേണ്ട സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് CT സ്കാനും കൂടി എടുക്കാമെന്ന് പറഞ്ഞു. ആ CT സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ പിത്തസഞ്ചിയിൽ കല്ല് കാണാനില്ല. ഇവിടെ സ്കാൻ ചെയ്യാൻ പോണതിന് മുന്നേ ഉടമ്പടി തൈലം അവിടെ ആ വയറിൻ്റെ ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് തൈലം പറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് തയനും കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ ഞാൻ CT സ്കാനിന് കൊണ്ടുപോയത്. എപ്പോൾ പോകുമ്പോഴും മാതാവിൻ്റെ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും. എവിടേക്ക് പോവുകയാണെങ്കിലും ആ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും, കാശുരൂപം എൻ്റെ കയ്യിലുണ്ടാവുമായിരുന്നു. ആ CTയിൽ അവളുടെ കല്ല് മാതാവ് പൂർണ്ണമായി എടുത്തു മാറ്റി. പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. തലവേദന 10-15 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു. തലവേദന ഭയങ്കര കാഠിന്യമുള്ള തലവേദന. ഒരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് തലവേദന, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. തുണി വരെ ഞാൻ തലയിൽ കെട്ടിവെക്കാറുണ്ടായിരുന്നു തലവേദന മൂലം. ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം കാണുമ്പോഴൊക്കെ എനിക്ക് തലവേദനയാണ്, ഭയങ്കര തലവേദന വരും. ഞാൻ നിക്കാക്കളി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഒരു പാരസെറ്റമോൾ കഴിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പാരസെറ്റമോളൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മാത്രം പുരട്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ തേനും കഴിക്കുമായിരുന്നു. ഈ തലവേദന, ഇത്രയും കാലം ഉണ്ടായിരുന്ന തലവേദന എനിക്ക് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതൊക്കെ ഉണ്ടായത് മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. പിന്നെ എനിക്ക് മകളുടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേറെ ലോണുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മാതാവിനോട് ഞാൻ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആ പേപ്പർ കൊടുക്കുന്ന സമയത്ത് ആ തൈലെടുത്ത് മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ആ ഫോമിമൊക്കെ ഞാൻ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ എഡ്യൂക്കേഷൻ ലോൺ അവൾക്ക് പാസ്സാവുകയും അവൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു. അവൾക്ക് +2 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥിച്ച് അവൾ വിട്ടിരുന്നത് ഞാൻ എക്സാമിനൊക്കെ. അപ്പോൾ തന്നെ അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ തിരക്കേടില്ലാത്ത രീതിയിലുള്ള മാർക്കൊക്കെ അവൾക്ക് കിട്ടി. പിന്നെ ഇപ്പോൾ അവൾ BTech എഞ്ചിനീയറിങ്ങിനാണ് പഠിക്കുന്നത്. ഗ്രാഫിക്സ് എക്സാം അവൾക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിരുന്നു അവൾക്ക് ഒന്നാമത് ഗ്രാഫിക്സ് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ്. അപ്പോൾ ഓണേന് മുന്നേ അവൾ പറഞ്ഞു എനിക്കൊന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഒരു ഉറപ്പുമില്ല മമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ പോകും വഴിക്ക് ഡെയിലി ബ്രെഡ് കണ്ടു പോടിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോകും വഴിക്ക് ഡെയിലി ബ്രെഡ് കണ്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ആ എക്സാം നല്ല എളുപ്പത്തോടു കൂടി അവൾക്ക് എഴുതാനും സാധിച്ചു. എനിക്ക് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് സാമ്പത്തികമായി ഞാൻ കുറച്ച് പിന്നോക്കമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എന്താ പറയുക, വല്ലവരും വന്ന് നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലായ പൈസ ഞാൻ കൊടുക്കാറുണ്ട്. വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പൊതിച്ചോറിന് വരുമ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൊതിച്ചോറും കൊടുക്കും. പിന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന 3 കെട്ട് പത്രം ഞാൻ ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കും. പിന്നെ മോൾ അഡ്മിറ്റായിരുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് ഇത്രയും ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നും ഞാൻ ദൈവത്തോട് കൂടിയായിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോസി പൗലോസ്. എൻ്റെ വീട് വല്ലപ്പാടി, ഇരിങ്ങാലക്കുട രൂപത. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 18-നാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോള് ഉടമ്പടി എടുത്തത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളുടെ കൊച്ചിന് വേണ്ടി ഉടമ്പടി തൈലം ഓപ്പറേഷൻ വേണമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഓപ്പറേഷത്തിൻ്റെ സമയത്തും ഡോക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ രൂപത്തിലാണ് ഡോക്ടർ വന്ന് പറഞ്ഞത് മകൾക്ക് CT സ്കാനിൽ കല്ല് കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തന്നെ എന്ത് അത്ഭുതം എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ തലേദിവസം ഓപ്പറേഷൻ വേണമെന്ന് വെച്ചാൽ ഡ്രസ്സുമാരെല്ലാം കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ചയും ചെയ്തു. ആ അത്ഭുതം ഒത്തിരി അനുഗ്രഹം. ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു പോയി. ഡോക്ടർമാർക്ക് വരാൻ തിരിച്ച് ഞങ്ങൾക്ക് അറിയണിട്ട് ഇത്രയും വലിയ അത്ഭുതം എവിടെ നിന്ന്. പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും പല്ലുവേദന വന്നിട്ടും നേർച്ച വസ്തു മാതാവിൻ്റെ തൈല് ഉപ്പൊക്കെ ഇട്ട് പല്ലിമ്മയും വായിലൊക്കെ കഴിച്ച് പല്ലുവേദന മാറി. ഇപ്പം ഞങ്ങൾ അതിന് മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഞാനും എൻ്റെ ജീവിത പങ്കും ദിവസം വിശുദ്ധ ബലി പങ്കുകൊള്ളും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ ബൈബിൾ വായിക്കും. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രം വാങ്ങി കൊടുക്കും. ഞങ്ങളുടെ കയ്യിനായി ഇത് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കുറച്ച് ദിവസം ആസ്പത്രിയിൽ കൊണ്ടു കൊടുത്തു. പിന്നെ ആസ്പത്രിയിൽ പോകുമ്പോൾ പത്രം കൊടുക്കും. പിന്നെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 2-3 ബസ് മാറി കയറി വഴിയോരങ്ങളിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പത്രം കൊടുക്കും.
ഒത്തിരി ചെറുതും വലുതായുമായിട്ട് ഞങ്ങളുടെ വീട്ടിലും ഭവനത്തിലും ഞങ്ങളുടെ മക്കളുടെ ഭവനത്തിലും ഒത്തിരി അനുഗ്രഹം തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 71, 16, 17 വചനം. സ്വന്തം ശക്തിയിലോ കഴിവിലോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലുമാണ് നാം എന്നും ജീവിച്ചു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു കരുതലും ശക്തിയും സ്നേഹവുമാണ് നാം ലോകത്തോട് പറയുന്നത്. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് റോസി പൗലോസും ബിൻസി സിജോ എന്ന കുടുംബം നമ്മളോട് ഷെയർ ചെയ്തത്. ഈശോയും അമ്മയും അവരുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകിയ രോഗസൗഖ്യത്തെ പറ്റിയാണ് ഈ സാക്ഷ്യത്തിൽ ഇവർ നമ്മളോട് ഷെയർ ചെയ്തത്. തൈറോയിഡ് എന്ന രോഗവും പിത്തസഞ്ചിയിലുണ്ടായിരുന്ന കല്ലും രണ്ടും സർജറിയാണ് പറഞ്ഞിരുന്നത്. സ്കാൻ ചെയ്തു, എല്ലാം റെഡിയായി, ഓപ്പറേഷനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതിന് ശേഷമാണ് ഇവർ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ വസ്തുക്കളായ തൈലവും ഉപ്പും തേച്ചാണ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ അമ്മയാണ് ആദ്യം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അമ്മ ഒരു നല്ല വിശ്വാസ കൈമാറ്റം ചെയ്തതുകൊണ്ടാണ് ഈ മകളും ഉടമ്പടി ജീവിതത്തിലേക്ക് വരുവാനും വിശ്വസിക്കുവാനും വഴി തെളിച്ചു കൊടുത്തത്. ഈ പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ലക്ഷ്യം രോഗസൗഖ്യമായിരുന്നു. ആ കാര്യമാണ് ഈ അമ്മ, പരിശുദ്ധ അമ്മ ഈശോയുടെ അടുക്കിലേക്ക് ഇവിടെ നിയോഗം സമർപ്പിച്ചത്. അങ്ങനെയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നതിൽ നിന്നും ഈശോയും അമ്മയും ഇവരെ സൗഖ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കഷ്ടതകളിലും ദുഃഖങ്ങളിലും വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കും വിശ്വസിക്കാം, നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി നമ്മളെയും ഒരിക്കൽ മാറ്റുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ കൂടെ നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ അമ്മയാണ് ഓരോ പ്രാവശ്യവും നമ്മുടെ കണ്ണുനീർ തുടച്ചു തരുന്നത്. ഈ മക്കൾ പിന്നെ പ്രാർത്ഥിച്ചത് 15 വർഷം നീണ്ടു നിന്ന ഒരു തലവേദനയായിരുന്നു. അതിൻ്റെ രോഗസൗഖ്യത്തിനായിട്ട് സമയചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ ഈ മകൾക്കും ആ രോഗത്തിൽ നിന്നും സൗഖ്യം നേടിക്കൊടുത്തു. പിന്നെ ഇളയ മകളുടെ ലോൺ അത് അസാധ്യമായിരുന്നു. പഴയ ലോൺ ഇരിക്കുമ്പോൾ പുതിയ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സാധ്യമായ കാര്യമാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഈ മക്കൾക്ക് ചെയ്തു കൊടുത്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളുടെ നിയോഗത്തിൽ അസാധ്യമെന്ന് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ നിയോഗമായിട്ട് സമർപ്പിക്കുക, മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മെറിറ്റിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കിട്ടും. അസാധ്യമെന്ന് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ നിയോഗത്തിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് ഈ മക്കൾക്ക് ഓരോ കാര്യങ്ങളും ഈശോയുടെ അമ്മയോടും പറഞ്ഞപ്പോൾ ഈ അസാധ്യമായ കാര്യമാണ് രോഗാവസ്ഥയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. ഇതെല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും കഴിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹവും കൃപ കൊണ്ടും മാത്രമാണ്. നമുക്ക് നമ്മുടെ ഈശോയിലും അമ്മയിലും വിശ്വസിച്ച് ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിത യാത്ര തുടരുമ്പോൾ ഈശോയും അമ്മയും ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുടുംബത്തിന്, റോസി പൗലോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.